ഖത്തറിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ദോഹയിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതെന്ന് ഇസ്രയേൽ വിശദീകരിച്ചു. ഹമാസ് ഉപമേധാവികളായ ഖാലിദ് മിഷാലും ഖലീൽ അൽഹയും അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു. സമാധാന ശ്രമങ്ങൾക്ക് തടയിടാൻ നടത്തിയ ആസൂത്രിത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് എന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ഇസ്രയേൽ പലസ്തീൻ ഇറാൻ തർക്കത്തിൽ ഇടനിലക്കാരായതിനു ശേഷം ഇത് രണ്ടാം വട്ടമാണ് ദോഹയിലേക്ക് ആക്രമണമുണ്ടാകുന്നത്. കഴിഞ്ഞ ജൂൺ 24-ന് ദോഹയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ഇപ്പോഴിതാ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ദോഹയുടെ ആകാശത്ത് പറന്നിറങ്ങി ബോംബിട്ടു. ഇറാന്റെ ആക്രമണത്തിലേതുപോലെ ഇവിടെയും ലക്ഷ്യം ഖത്തറല്ല, മറിച്ച് ദോഹയിലുള്ള ഹമാസ് നേതൃത്വമാണെന്ന് IDF വിശദീകരിക്കുന്നു. ട്രംപിന്റെ സമ്മതവും പിന്തുണയും ആക്രമണത്തിനുണ്ട് എന്നും ഇസ്രയേൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ദോഹയിൽ പല സ്ഫോടനങ്ങൾ കേട്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്നാൽ ഒരു കെട്ടിടം മാത്രം ലക്ഷ്യമിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇസ്രയേൽ നടത്തിയത്. ഖത്തറിനെ ലക്ഷ്യമിട്ടിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള ആക്രമണത്തെ ഭീരുത്വമെന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത്. ആക്രമണം ഖത്തറിലെയോ ഗൾഫ് മേഖലയിലെയോ സാധാരണ ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.